ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പറയുന്നത് വീൽ ബാലൻസിങ്. ഓക്കെ, എന്തിനാണ് ഈ വീൽ എന്താ പറയുക ബാലൻസിങ് ചെയ്യുന്നത് ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ओके आमिर भाई, आपका जानता है किसके लिए व्हील बैलेंसिंग कर रहा है? हम लोग व्हील बैलेंस इसलिए करते हैं कि गाड़ी आउट होता है फर्स्ट बैलेंस करना होता है. एक्चुअली वो जो व्हील होता है उसको एग्जैक्टली बैलेंस करना होता है. बैलेंस उसको बोला जाता है. ठीक है, इट मींस दैट अभी अलाइनमेंट तो हो जाता है. ओके ठीक है, ओके, लेकिन बैलेंस कैसे करोगे आप? ये मोस्ट इम्पोर्टेंट क्वेश्चन है. ओके लोग ओके, आपको बताता हूँ मैं. थोड़ा मलयालम में बताएगा. आपको मलयाളം मालूम है? ना കുറച്ച് മലയാളം ഞാൻ സംസാരിക്കും. ഓക്കെ, ബാലൻസിങ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാല് പല ആളുകളെടുത്ത് ഞാൻ ജസ്റ്റ് ചോദിച്ചു ഇതിനെ കുറിച്ചിട്ട്. പല ആളുകൾക്കും എന്താണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അറിയില്ല. എന്നാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അങ്ങനെ അറിയാത്തവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, എന്തിനാണ് ഈ വീൽ ബാലൻസിങ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ മറുപടി പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് വൈബ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീൽ ബാലൻസിങ് ചെയ്യുന്നത്. വൈബ്രേഷൻ എങ്ങനെ ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം. ഇപ്പൊ നമ്മളൊരു പുതിയതായിട്ട് ഒരു ടയർ നമ്മൾ എന്ത് ചെയ്യുക, അത് റിമ്മിൽ നിന്ന് അല്ലെങ്കിൽ അലോയിൽ നിന്ന് അയച്ചിട്ട് അതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടയറിൽ എന്താണ് പല ഭാഗങ്ങളിലും വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിന്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു എന്താ പറയാ, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതിനെ എന്താണ് എന്നുള്ളതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള. അപ്പം എങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുക, ചില സമയത്ത് പുതിയ നമ്മൾ യൂസ് ചെയ്ത ടയർ തന്നെ റിമ്മിൽ നിന്ന് അയച്ചിട്ട് അത് പഞ്ചർ ഒട്ടിച്ചിട്ട് വീണ്ടും നമ്മൾ എന്താണ് അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്താണ് വെയിറ്റിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് വീൽ ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ ടയർ ഇടുന്ന സമയത്തും ഇങ്ങനെ തന്നെ അതിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടെ ജാക്കെ ചെക്ക് കരേगा നോക്കാവോ. ഈ വീൽ ബാലൻസിങ് എന്തിനാ ചെയ്യുന്നത്? വീൽ ബാലൻസിങ് ചെയ്യുന്നത് നമ്മൾ റോഡിലൂടെ വണ്ടി വൈബ്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടയർ അല്ലേ, ടയറിന് വൈബ്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്തില്ല. എന്താ ഉണ്ടാകുക? ചെയ്തിട്ടില്ല, ഏത് ടയർ ആണെങ്കിലും റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് വീലിന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് വീൽ ബാലൻസ് ചെയ്യണം. അല്ലെങ്കിൽ ടയർ വൈബ്രേഷൻ സ്മൂത്ത് വർക്കിംഗ് കിട്ടില്ല റോഡിൽ ഹൈവേയിലൂടെ ഒക്കെ പോകുമ്പോ അല്ലേ. ഫ്രണ്ടും ബാക്കും ചിലപ്പോൾ വൈബ്രേഷൻ ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഇതാണ് ആ വീൽ ബാലൻസ് മെഷീൻ. ഇതിൽ വെച്ചിട്ടാണ് ടയർ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, നമ്മൾ കറക്റ്റ് ടയർ ഇതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് കറക്കുമ്പോൾ അതിൽ കറക്റ്റായിട്ട് കാണിക്കും ഇതിൽ എവിടെയാണ് പിന്നെ ഇതിൻ്റെ ബാലൻസിലുള്ള വ്യത്യാസം ഉള്ളത്, അല്ലെങ്കിൽ വെയിറ്റിലുള്ള വ്യത്യാസം ഉള്ളത്. ഓക്കെ, അത് 0 ഗ്രാം വെച്ച് കാണിക്കും. അപ്പോൾ ഇതിലുള്ളത് ഓൾറെഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചുരണ്ടി കളിയുക ഇതിലുള്ളത്. ഈ ഒരു ടയർ എന്ന് പറയുന്നത് എന്താണ്, ഇത് പഞ്ചറായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ടയർ അയച്ചിട്ട് ഉള്ളിൽ നിന്ന് പഞ്ചർ ഒട്ടിച്ചിട്ട് വീണ്ടും അത് റീഫിറ്റ് ചെയ്തിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്തുകൊണ്ടാണ് സ്ക്രീനിൽ കറക്റ്റായിട്ട് അത് ഗ്രാം ക്ലിയർ ചെയ്ത് വീണ്ടും കറക്കി അതിലുള്ളതൊക്കെ ചുരണ്ടി ആ ഒരു മെറ്റൽ ടൈപ്പ് വരുന്നുണ്ട്, ഒട്ടിക്കാൻ സ്റ്റിക്കർ വരുന്നുണ്ട്. അതൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് എന്ത് ചെയ്തു കറക്കിയപ്പോൾ അതിൽ ഏകദേശം ഉണ്ടോ സ്ക്രീനിൽ വീണ്ടും കാണിക്കും അത്. ഓക്കെ, എത്രയാണ് അത് പിന്നെ അതിൽ വെയിറ്റ് ഇടേണ്ടതെന്ന് കാണിക്കും. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഉണ്ടോ അത് ഇട്ടു. അതിൽ 30 എന്ന് കാണിച്ചിട്ടുണ്ട് സിസ്റ്റത്തിൽ. അപ്പോൾ 30 ഗ്രാം എന്ത് ചെയ്യുക, ആ സ്റ്റിക്കർ എടുത്തിട്ട് കറക്റ്റ് ഉണ്ടോ 30 ഗ്രാം. ആ 30 ഗ്രാം എന്ത് ചെയ്യുക, എവിടെയാണോ ഒട്ടിക്കുന്ന സ്ഥലം കണ്ടോ ആ റെഡ് മാർക്ക് കാണിക്കുന്നുണ്ടോ അവിടെ കറക്റ്റായിട്ട് ആ 30 ഗ്രാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് വീണ്ടും ഒന്നുകൂടി കറക്കി നോക്കുക. ഓക്കെ, കറക്കി നോക്കുമ്പോൾ അതെന്ത് ചെയ്യണ്ടോ കറക്റ്റ്. ഓക്കെ, കറക്റ്റായിട്ട് അതിൻ്റെ എന്ത് ചെയ്തു ബാലൻസിങ് ക്ലിയർ ആയിട്ടുണ്ട്, വെയിറ്റ് ക്ലിയർ ആയി. അത് ഓക്കെ, ഇത്ര പണിയുള്ളൂ, വളരെ സിമ്പിളാണ് ഈ വീൽ ബാലൻസിങ് എന്നുള്ളത്. അപ്പം ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.